സ്മൂത്തായിട്ട് നമ്മുടെ വണ്ടി ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ക്രോളേഴ്സ് ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഗൈസ് വെൽക്കം ബാക്ക്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിത് നമ്മുടെ റാപ്റ്ററിൻ്റെ ഡ്രൈവായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഇവൻ്റെ ഒരു എന്താ പറയുക അൺബോക്സിങ് ആ ഒരു കാര്യങ്ങൾ ലൈറ്റൊക്കെ കാണിച്ചിട്ടുള്ള പരിപാടി വീഡിയോസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവനതേ നമ്മൾ ഇന്നതേ ഒരു കിടിലൻ ചെറിയ ഓഫ് റോഡിങ് ചെയ്യാൻ പറ്റിയ ടറയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവൻ്റെ പെർഫോമൻസും കാര്യങ്ങളും പിന്നെ ഇവൻ്റെ ലിമിറ്റേഷൻസും പരിപാടികളെല്ലാം ഞാൻ പറഞ്ഞുതരുന്നത്. സോ ഇത് നമ്മുടെ വണ്ടിയോടെ കിടക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കാൻ പറ്റും. അതായത് വണ്ടർലയാണ്, അവിടെ ആൾക്കാർ കിടന്ന് വായ വിളിക്കുന്നത് കേൾക്കാൻ പറ്റും. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ RC കാർ എടുത്തിട്ട് നേരെ ഇതിപ്പോൾ ഒരു ഇറക്കമാണ് അങ്ങോട്ട്, നമുക്ക് ആ ഇറക്കത്തിലോട്ട് വണ്ടി ഇറക്കാം. അപ്പോൾ നമ്മുടെ റാപ്റ്റർ ഉണ്ടല്ലോ, ഇതിവിടെ ചെറിയൊരു ഇറക്കമുണ്ട്. ഈ ഇറക്കം നമുക്ക് അവനങ്ങ് പതിയെ ഇറക്കിക്കൊണ്ട് വരാം. സാധാരണ നമ്മുടെ ഒരു ക്രോളർ യൂസ് ചെയ്യുന്ന പോലെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഭയങ്കര സ്കെയിൽ ലുക്കായിട്ടുള്ള വണ്ടിയും അതേപോലെ ഓടിക്കേണ്ട, അതായത് ഒരു റിയൽ വണ്ടി നമ്മൾ എങ്ങനെയൊക്കെ നോക്കി ഓടിക്കണോ അതുപോലെ തന്നെ നോക്കി ഓടിക്കണം. ആ ഒരു പാടും കഷ്ടപ്പാടുമാണ് നമ്മുടെ റാപ്റ്റർ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇവിടെ കുറച്ച് ഓഫ് റോഡ് ആയിട്ടുള്ള ടെറൈൻ ഉണ്ട്. നമ്മൾ ഇതുവഴിയാണ് ഫസ്റ്റ് ടെസ്റ്റ് നമ്മൾ നടത്താൻ പോകുന്നത്. അതായത് ഈ വഴിയൊക്കെ നമ്മുടെ K5 ബ്ലേസറൊക്കെ ഓടിച്ച് നമ്മൾ സിമ്പിളായിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ റാപ്റ്ററിൻ്റെ പെർഫോമൻസ് നോക്കാം. ഇപ്പോൾ ഡിഫ് ഓപ്പണിലാണ് ഇരിക്കുന്നത്. ഡിഫ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത്. 4 വീൽ ഡ്രൈവിലാണ് കിടക്കുന്നത്. അവിടെ സ്റ്റക്കായി ഗൈസ്. കമോൺ. ഇപ്പം നമ്മുടെ വേറെ ഏതെങ്കിലും ക്രോളർ ആയിരുന്നെങ്കിൽ കയറിപ്പോവും. പക്ഷെ ഒരു റിയൽ വണ്ടി നമ്മൾ ഇതേപോലത്തെ ഒരു ടറൈനിൽ കൊണ്ടുവന്ന് ഓടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? കയറുമോ? ഇല്ല. ആ ഒരു സെയിം സാധനമാണ്. ഇനി നമുക്ക് ഡിഫ് രണ്ടും അങ്ങ് ലോക്ക് ചെയ്യാം. കാരണം വണ്ടിക്ക് നല്ല വെയിറ്റും ഉണ്ട്. ചാടി കയറി. വശം കയറി. ആണ് ഇങ്ങനത്തെ ഒരു കല്ല് വരുമ്പോൾ തന്നെ അത് ബോഡിയിൽ ടച്ച് ചെയ്യും. കണ്ടോ? ഗൈസ് നമ്മുടെ റാപ്റ്റർ അടുത്ത ഓഫ് റോഡിങ്ങിന് വേണ്ടി പോരുവാണ്. നമ്മളിത് ലോ ഗിയറിലോട്ട് ലോയിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് 4 വീൽ ഡ്രൈവ് ആണ്. എല്ലാ ഡിഫും ലോക്കാണ്. ഓക്കെ, അവിടെ സെൻറ്റർ കുത്തി കണ്ടോ. ശരിക്കുള്ളൊരു വണ്ടി ഓഫ് റോഡ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ
നടക്കും. നമ്മളത് അവോയ്ഡ് ചെയ്ത് എടുത്തുകൊണ്ട് വരാൻ നോക്കിക്കഴിഞ്ഞാൽ ടാസ്ക്കാണ് ഗൈസ്. വണ്ടി പക്ഷെ മറ്റ് ക്രോളേഴ്സും മറിയുന്ന പോലെ ഈസി ആയിട്ട് അങ്ങ് മറിയില്ല. കാരണം നല്ല വെയിറ്റും ഉണ്ട്, കുറച്ച് ലോയിലുമാണ് സാധനം നിൽക്കുന്നത്. ഇനി നമുക്ക് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കണം. കാരണം അവിടെ തട്ടുന്ന പ്രശ്നമുണ്ട് ഗൈസ്. ഇതിൻ്റെ അപ്പുറത്ത് ഒരു ടെറൈൻ ഉണ്ട്. ആ ടെറൈൻ വഴി നമുക്ക് കൊണ്ടുപോയി നോക്കാം എന്താണ് സെറ്റപ്പ് നോക്കാം. കാരണം അതിൻ്റെ അപ്പുറത്തോട്ട് മറിഞ്ഞു കഴിഞ്ഞാൽ കണ്ടല്ലോ, കാരണം വെച്ച് നോക്കുമ്പോൾ വലിയ കൊക്കയാണ്. കാരണം സൂക്ഷിച്ചു വേണം അവിടെ കൊണ്ടുവരാനായിട്ട്. സ്ലിപ്പായി അങ്ങോട്ട് പോയാലും മതി, സീനാണ്. ഗൈസ് പതിയെ പതിയെ എസ്കേപ്പായി വരുന്നുണ്ട്. ഇതാണ് നമ്മൾ നോക്കിയ ടെറൈൻ. അവിടെ മുട്ടി നിന്നിട്ട് നമ്മൾ ഈ വഴിയാണ് കൊണ്ടുവരുന്നത്. ഗൈസ് രക്ഷപ്പെട്ട്. ഇതാണ് ഇതിൻ്റെ രസം. ഇതാണ് ഈ വണ്ടി ഓടിക്കുന്നതിൻ്റെ രസം. മറ്റൊരു വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഈ ഒരു സാധനം കിട്ടില്ല, അതായത് ഒരു റിയലിസ്റ്റിക് ആ ഒരു ഫീലൊന്നും കിട്ടില്ല. അപ്പോൾ ഗൈസ് ഇതിൻ്റെ മെയിൻലി ഉള്ള ഓഫ് റോഡ് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതായത് ശരിക്കും ആ ഒരു വണ്ടി നമ്മൾ ഓടിക്കുന്ന പോലെ തന്നെ നോക്കി കൊണ്ടുപോകണം. നമ്മൾ സാധാ മറ്റേ ക്രോളേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ഏത് കല്ലും മലയും കയറുന്നുള്ളൊരു സാധനമില്ല. പക്ഷെ അത് ഭയങ്കര രസമാണ് ഈ വണ്ടി ഓടിക്കാനായിട്ട്. അടിപൊളിയാണ്. കാരണം നമ്മൾ വാഗമണ്ണൊക്കെ ഓഫ് റോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതും കൊണ്ട് പോയിരുന്നു. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ഇനി ഇവനെ നമുക്ക് ഇത് ലോ ഗിയർ, ഇതിൻ്റെ ലോ ഗിയറിലെ മാക്സിമം സ്പീഡ് ഞാൻ കാണിച്ചു തരാം. വണ്ടി ഫോറസ്റ്റിലാണ് ഓടുന്നത്. കണ്ടോ, ഇതാണ് എൻ്റെ മാക്സിമം ലോ ഗിയറിലെ സ്പീഡ്. ഉണ്ടല്ലോ. ഇനി നമുക്ക് ഇവനെ ഗിയർ ചേഞ്ച് ചെയ്തിട്ട് ഹൈയിലോട്ട് ഇടാം. ഓക്കെ, ഹൈ ഗിയറിലേക്ക് ഇട്ടേക്കാണ്. കണ്ടോ, ഇതാണ് എൻ്റെ ഹൈ ഗിയറിലെ സ്പീഡ്. അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ. ഫോറസ്റ്റും കൂടെ ആയത് കാരണം. പിന്നെ മോട്ടർ ബ്രഷ്ലെസ് ഒന്നും അല്ല, ബ്രഷ്ലെസ് ഇട്ട് ഇതിനേക്കാളും സ്പീഡായിരിക്കും. ബ്രഷ്ഡ് സ്റ്റോക്ക് വരുന്ന മോട്ടറും ESC ഒക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ഓ ഭയങ്കര രസം. ഇനി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ 2 വീൽ ഡ്രൈവിലോട്ടും 4 വീൽ ഡ്രൈവ് പിന്നെ ഫ്രണ്ട് വീൽ ഡ്രൈവിലിട്ട് ഓടിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ പിന്നെ 2 വീൽ ഡ്രൈവിലോട്ട് ഇടാം. 2 വീൽ ഡ്രൈവിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് അടിപൊളിയായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിഫെല്ലാം നമ്മൾ അൺലോക്ക് ചെയ്യണം. ഓക്കെ, ഇവിടെ ഡ്രിഫ്റ്റ് ചെയ്യാനുള്ള ഒരു നമുക്ക് ഡിഫ് ലോക്ക് ചെയ്യാം. ഇതുണ്ടല്ലോ, മൂടായിട്ട് നമ്മുടെ വണ്ടി ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ക്രോളേഴ്സ് ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതാണ് ഗൈസ് നമ്മുടെ റാപ്റ്ററിൻ്റെ ആ ഒരു എന്താ പറയുക, ശരിക്കും ആ വണ്ടി നമ്മൾ യൂസ് ചെയ്യില്ലേ ആ ഒരു രീതിയിൽ രസത്തിൽ നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റുന്നുള്ള കേസാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇതിൽ ആ 4 വീൽ ഡ്രൈവും ഫ്രണ്ട് വീൽ ഡ്രൈവ് ആ ഒരു ഓപ്ഷൻ വന്നപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഡിഫ് ഓപ്പൺ ആണെങ്കിൽ നമുക്ക് ആ ഡ്രിഫ്റ്റിംഗ് നടക്കില്ല. കാരണം മറ്റേ ടയർ പൊങ്ങുമ്പോൾ ഫ്രീ ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഡിഫ് ലോക്ക് ചെയ്തിട്ട് നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൊള്ളാം ഗൈസ്. ഇനി നമുക്കിത് ഫ്രണ്ട് വീൽ ഡ്രൈവിലോട്ട് ഇടാം. ഇതിപ്പോൾ ഫ്രണ്ട് വീൽ ഡ്രൈവാണ്. നമുക്ക് ഡ്രിഫ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് 4 വീലിലേക്ക് ഇടാം. ബ്രേക്കിംഗ് ഒക്കെ ഭയങ്കര രസമുണ്ട് കേട്ടോ. വന്ന് ബ്രേക്കൊക്കെ പിടിക്കുന്നതാണ്. കൊള്ളാം ഗൈസ് മോഡ്. അപ്പോൾ ഇവിടെ നല്ലതേ വിശാലമായ സ്ഥലം കണ്ടിട്ടുണ്ട്. നമുക്ക് സ്പീഡിൽ ഓടിച്ച് നോക്കാം. ഓ സാധനം അത്യാവശ്യം നല്ല സ്പീഡുണ്ട്.
പക്ഷെ നമ്മുടെ ഇമോ X4 അത്ര ഇല്ല കേട്ടോ. ഇമോ X4 സ്പീഡ് ഒരു അന്യായ സ്പീഡാണ്, കാരണം അത് ബ്രഷ്ലെസ് മോട്ടറാണ്. ഇതിൽ ആ ബ്രഷ്ലെസ് സിസ്റ്റം ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഭയങ്കര സ്മൂത്താണ്. പിന്നെ ഈ വണ്ടി ഓടിക്കാനൊരു ഇത് ഡ്രൈവിങ് ഒന്നും പറയാനില്ല, ഭയങ്കര രസമാണ്. മേക്കൊക്കെ കണ്ടോ, നല്ല മഴ പെയ്യാനുള്ള കോളുണ്ട്. സോ ഓടി നേരെ വണ്ടിയിലോട്ട് കയറാന്നുള്ളൂ. നമ്മുടെ വണ്ടി നോക്കിയേ നല്ല രീതിയിൽ ചെളിയായിട്ടുണ്ട്. ഇനി ഇവനെ കൊണ്ടുപോയി വാഷ് ചെയ്യണം. അതുപോലെ ഇപ്പോൾ റാപ്റ്റർ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പ്രീ ഓർഡർ ചെയ്യാം. ഇതിപ്പോൾ പ്രീ ഓർഡർ ആയിട്ട് വന്നൊരു പീസാണ്. പിന്നെ ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ 75 to 80, 75 to 80 അതിനിടയിലാണ് ഇതിൻ്റെ കോസ്റ്റ് വരിക. ഓക്കെ. സോ പിന്നെ വേറെ കുറേ MJXൻ്റെ മോഡൽസും നമുക്ക് ഈ പറഞ്ഞ പോലെ WPLൻ്റെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക MNൻ്റെ മോഡൽസും സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് RC മോട്ടോർസിൻ്റെ വെബ്സൈറ്റ് പോയി ചെക്ക് ചെയ്യുക. പിന്നെ അതെ ഒരു മഷീഗൺ ലെസ് യൂസ്ഡ്, അതായത് ഭയങ്കര നീറ്റ്. നമ്മൾ കൊടുക്കുന്ന വണ്ടികളൊക്കെ അത്യാവശ്യം നീറ്റ് യൂസ്ഡ് വണ്ടികളൊക്കെ. ഇത് കണ്ടോ, ഇത് ഒറ്റ തവണ ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുള്ളൂ. ഇതുണ്ടല്ലോ. അപ്പോൾ ഈ വണ്ടിയും അത്യാവശ്യം നമ്മുടെ യൂസ്ഡ് വണ്ടികളും ബ്രാൻഡ് ന്യൂ വണ്ടികളും എല്ലാം നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി ടെക്സ്റ്റ് ചെയ്യാം, വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വണ്ടിയുടെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം അറിയാം. ഓക്കെ. ബൈ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ ബൈ.